ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇത് കണ്ടോ, ഇതാണ് കോൺവെക്സ് ലെൻസ്. അതായത് ഫസ്റ്റ് എന്താണ്, തിക്കർ ഇൻ ദി മിഡിൽ ആൻഡ് തിന്നർ ഇൻ ദി എഡ്ജസ്. തിക്കർ ഇൻ ദി മിഡിൽ ആൻഡ് തിന്നർ ഇൻ ദി എഡ്ജസ്. ഇവിടെ ആണെങ്കിലോ തിന്നർ ഇൻ ദി മിഡിൽ, നേരെ ഓപ്പോസിറ്റ്, തിന്നർ ഇൻ ദി മിഡിൽ ആൻഡ് thicker in the edges. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ഇതിനെ കൺവേർജിംഗ് ലെൻസ് എന്ന് പറയും അല്ലെ. അതായത് ഇവിടെ സംരചിപ്പിക്കും അല്ലെ, പ്രകാശ രശ്മികളെ എന്ത് ചെയ്യും, സംരചിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ കൺവേർജിംഗ് ലെൻസ് എന്ന് പറയും. ഇതിനെ ഇവിടെയോ പ്രകാശ രശ്മികളെ ഡൈവേർജ് ചെയ്യുന്നതുകൊണ്ട്, വ്യതിചലിപ്പിക്കുന്നതുകൊണ്ട് ഇതിനെ ഡൈവേർജിംഗ് ലെൻസ് എന്ന് പറയും. പിന്നെ എന്താണ്, മൂന്നാമത്തെ ഒരു പോയിന്റ് നമുക്ക് എന്തെന്ന് പറയണം, ഇവിടെ വസ്തുക്കളെ എങ്ങനെ കാണിക്കും, വലുതാക്കി കാണിക്കും അല്ലെ, മാഗ്നിഫൈഡ് ആയിട്ട് കാണിക്കും അല്ലെ, മാഗ്നിഫൈഡ് ഓർ റെഡ്യൂസ്ഡ്. ഇവിടെയാണെങ്കിലോ വസ്തുക്കളെ വളരെ സ്മോളായിട്ട് കാണിക്കും അല്ലെ, ചെറുതായിട്ട് കാണിക്കും. ഇവിടെ ഉണ്ടാകുന്ന ഇമേജ് എങ്ങനെയായിരിക്കും, റിയൽ ആൻഡ് വിർച്വൽ ഇമേജസ് ആയിരിക്കും. കോൺകേവിലാണെങ്കിലോ ഓൾവേസ് ഫോം വിർച്വൽ ഇമേജസ് അല്ലെ, എപ്പോഴും വിർച്വൽ ഇമേജസ് തന്നെയായിരിക്കും ഫോം ചെയ്യുക. ഇനി ഇവിടെ നമുക്ക് എന്തെന്ന് പറയാം, യൂസ് എങ്ങനെ പറയാം, നമുക്ക് ക്യാമറാസിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, മാഗ്നിഫൈഡ് ഗ്ലാസസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ ഐ എന്താണ്, കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, ഇവിടെയാണെങ്കിലോ മയോപ്പി, അതായത് ഷോർട്ട് സൈറ്റ്നെസ്, അതായത് ദൂരെയുള്ള വസ്തുക്കളെ വലുതായിട്ട് കാണാനായിട്ട് എന്ത്, മയോപ്പിയ അല്ലെ, അങ്ങനെയുള്ള പേഷ്യൻസിനെ, ഷോർട്ട് സൈറ്റ്നെസ് ഉള്ള പേഷ്യൻസിന് അവരുടെ ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്ന എന്താണ്, കോൺകേവ് ലെൻസ് ആണ്. അതുപോലെ തന്നെ പീ ഹോൾ, അതായത് ഡോർ ലെൻസ് ആണ് ഈ പീ ഹോൾ എന്ന് പറയുന്നത്. അതിൽ ഉപയോഗിക്കുന്നത് എന്ത് ലെൻസ് ആണ്, കോൺകേവ് ലെൻസ് ആണ്.